ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ വിഷു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. വിഷുവിന് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്കൊക്കെ മനസ്സിലാകും ഭയങ്കരമായ തിരക്കായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെന്ന്. അതുപോലെ തന്നെ വിഷുവിൻ്റെ അന്ന് ഏതൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ഭയങ്കരമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അന്നേ ദിവസം പോയി കാണും, അത് ഉറപ്പാണ്. ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരും ക്യൂ നിന്നൊക്കെയാണ് തൊഴുന്നത്. പക്ഷേ ഒരു 500 പേര് ഒരു ക്ഷേത്രത്തിൽ വന്നു എന്ന് കരുതുക. ഒരു 500 പേര്. ആ 500 പേരിൽ നമ്മളൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ ആ 500 പേരോടും നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കൃത്യമായി വീട്ടിൽ നാമം ജപിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ഒരു 100 പേര് പറയുമായിരിക്കും ഞാൻ നാമം ജപിക്കുന്നുണ്ട് എന്ന്. ബാക്കി 400 പേരും സമയം കിട്ടാറില്ല, ആഗ്രഹമുണ്ട്, വല്ലപ്പോഴും ജപിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മറുപടികളായിരിക്കും പറയുന്നത്. അത് ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് മനുഷ്യർക്കൊക്കെ ഇല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ലോകത്തുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ കയറി ഇറങ്ങി നടക്കും. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോകുമായിരുന്നിരിക്കാം, ചിലർ അതുപോലും പോകുമായിരുന്നില്ല. വീട്ടിൽ അവർക്ക് കുടുംബദേവതയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി തൊഴുമായിരിക്കാം, ചിലർ അതും ചെയ്യുന്നില്ല. പക്ഷെ അവർ ഒരു കാര്യം വളരെ കൃത്യമായി ചെയ്തിരുന്നു. എന്താണത്? രാവിലെയും വൈകുന്നേരവും കൃത്യമായി വിളക്ക് തെളിയിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 90 വയസ്സായ ഒരു അമ്മുമ്മയ്ക്ക് പോലും നല്ല ഓർമ്മ ശക്തിയാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവർ പറയും. ഭാഗവതവും രാമായണവും ഒക്കെ വളരെ കൃത്യമായി അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിലെ ഓരോ കഥാപാത്രങ്ങളെയും അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ വളരെ കൃത്യമായി അവർ പറയുമായിരുന്നു. നാമങ്ങൾ കൃത്യമായി അവർ ചൊല്ലുമായിരുന്നു. അവർ സ്കൂളിൽ പഠിച്ച ആ പദ്യങ്ങളൊക്കെ പോലും വളരെ കൃത്യമായി അവർ ചൊല്ലുമായിരുന്നു. ഇപ്പോഴോ ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ല. പിച്ചാത്തി എവിടെ വെച്ചു എന്ന് ഓർക്കത്തില്ല, തപ്പി നടക്കും. ചീപ്പ് എവിടെ വെച്ചു എന്ന് ഓർക്കത്തില്ല, തപ്പി നടക്കും. ഒരാളുടെ പേര് ഓർക്കത്തില്ല, ഒരു കഥയിലെ കഥാപാത്രങ്ങൾ അതാരൊക്കെയാണ് എന്ന് ഓർക്കത്തില്ല, ഒരു സാധനം എവിടെ വെച്ചു എന്ന് നമ്മൾ ഓർക്കത്തില്ല. ഇങ്ങനെ ചിലപ്പോൾ 2-3 തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ പോലും മറന്നു പോകുന്ന അവസ്ഥ. പക്ഷേ നമ്മളങ്ങ് രാജ്യം വിട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വരെ പോയി തൊഴുതിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് ഓർമ്മയില്ല. ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അന്നത്തെ കാലത്ത് അമ്മുമ്മമാർ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്? കഞ്ഞിയും ചമ്മന്തിയും വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളും മത്സ്യമൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ മീനും ഒക്കെ കഴിക്കുമായിരുന്നു അല്ലേ. ഇന്നോ വിറ്റാമിൻ ഗുളികകളൊക്കെ നമ്മൾ കഴിക്കും, ചോറുണ്ണത്തില്ല. അതും കഴിക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് വളരെ കുറച്ച്, കാർബ് കൂടിപ്പോകുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, ഇത്ര % ഫൈബർ കഴിക്കുന്നു, കാൽസ്യം കഴിക്കുന്നു, സപ്ലിമെൻ്റായിട്ട് ഗുളികകൾ എടുക്കുന്നു, ഓട്സ് കഴിക്കുന്നു, റാഗി കഴിക്കുന്നു ഇല്ലേ. പല തരത്തിലുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, ഫ്രൂട്ടുകൾ, പല തരത്തിലുള്ള ഫ്രൂട്ടുകൾ. പണ്ടത്തെ അമ്മമ്മമാർ വീട്ടിലുണ്ടാകുന്ന ചക്കയും മാങ്ങയൊക്കെ കഴിച്ചപ്പോൾ ഇന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പഴങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും നമുക്ക് വാതരോഗവും കിഡ്നി രോഗവും കരൾ രോഗവും അതിന് പോരാഞ്ഞിട്ട് കാലുവേദന, കൈവേദന, ക്ഷീണം, പ്രഷർ, ഷുഗർ, ഓർമ്മക്കുറവ്. ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഓർമ്മക്കുറവ്. പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് താഴെ ഇരുന്ന് നാമം ജപിക്കാൻ സാധിക്കുന്നില്ല. നടുവേദന, കൈവേദന, വളരെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളാകുന്നു. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഓർമ്മക്കുറവ്. പ്രായമാകും തോറും ഓർമ്മയില്ലാതാകുന്നു, പേരുപോലും മറന്നു പോകുന്ന അവസ്ഥ. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? അപ്പം നമ്മൾ പറയും
വിഷമുള്ള ആഹാരം കഴിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അത് സംഭവിക്കണമല്ലോ. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. നമുക്കും ഈ അവസ്ഥകൾ വരാം. അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നാമജപം എന്നുള്ളത്. എപ്പോഴൊക്കെ നാമം ജപിക്കണം? എന്തിനു നാമം ജപിക്കണം? നാമം ജപിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി വർദ്ധിക്കുമോ? ഇതൊക്കെയാണ് ചോദ്യം. തീർച്ചയായിട്ടും ഓർമ്മശക്തി വർദ്ധിക്കും. പക്ഷേ അത് നട്ടുച്ചയ്ക്ക് നാമം ജപിച്ചാലല്ല, അതിരാവിലെ നാമം ജപിക്കണം. സന്ധ്യാസമയത്ത് നാമം ജപിക്കണം. സാധിക്കുമെങ്കിൽ താഴെ ഇരുന്ന് തന്നെ നാമം ജപിക്കണം. പക്ഷേ വെറും തറയിലിരിക്കരുത്. ഒരു ചിക്കുപായോ അതല്ലെങ്കിൽ പുൽപ്പായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇരുന്ന് വേണം നാമം ജപിക്കാനായിട്ട്. താഴെ ഒട്ടും ഇരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിലൊക്കെ ഇരിക്കാം. പറ്റില്ലല്ലോ, നമുക്ക് അസുഖം വന്നുപോയി. വരാത്ത ആളുകളാണെങ്കിൽ ചമ്പ്രം മണഞ്ഞ് വെറും നിലത്തല്ല പായയിട്ട്, അതും പ്ലാസ്റ്റിക് പായയല്ല, ഇതുപോലെ പുല്ലുപായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇരിക്കുക. കട്ടിയുള്ള ഒരു തുണി വിരിച്ചിട്ടായാലും ഇരുന്നാൽ മതി. പക്ഷേ കട്ടിയുള്ള തുണിയായിരിക്കണം. കാരണം മൊസൈക്കും ടൈലിലേക്കും ഒന്നും നമ്മുടെ ആ കാല് ഡയറക്റ്റായിട്ട് അത്രയും സമയം ഇങ്ങനെ അമർന്നിരിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ ഇരുന്ന് വെളുപ്പിനെ കുളിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. സന്ധ്യയ്ക്ക് കുളിച്ച് അല്ലെങ്കിൽ മേല് കഴുകി വിളക്കു തെളിയിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കണം. വെളുപ്പിനെ, അതായത് സന്ധ്യാസമയം, വെളുപ്പിനെയുള്ള ഒരു സന്ധ്യയുണ്ട്, പ്രഭാത സന്ധ്യ. അതായത് രാത്രി മാറി പകലായി മാറുന്ന, രാത്രി പോകുന്നു പകൽ വരുന്നു, ആ സമയത്തുണ്ടാകുന്ന ഒരു സന്ധ്യ. അതിരാവിലെ ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ബുദ്ധിക്ക് ഉണർവുണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുകയും അതുകൂടാതെ തന്നെ അവൻ്റെ നെർവ്സിനൊക്കെ തന്നെ, അവൻ്റെ ഞരമ്പുകൾക്ക് ശക്തി ഉണ്ടാവുകയും അവൻ്റെ ബുദ്ധി തെളിഞ്ഞു വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? രാത്രി 12 മണി 1 മണി വരെ ഇരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം 7:30 8 മണി 9 മണി വരെയൊക്കെ കിടന്നുറങ്ങും. പ്രകൃതി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുകയും പ്രകൃതി ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു. അതൊരു മനുഷ്യൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. പലർക്കും ഉള്ള ഒരു കാര്യമാണ്, പകലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നടക്കും. പക്ഷേ ഒരു സന്ധ്യയായി കഴിയുമ്പോഴേക്കും നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, അവർ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. രാത്രി സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, പകലൊക്കെ വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നടക്കും. അതെന്താ? അങ്ങനെയാണ് മനുഷ്യന്. കാരണം ഈ പ്രകൃതി എന്ത് ചെയ്യുകയാണ്? ഉറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നമുക്കൊരു ഒറ്റപ്പെടൽ തോന്നും. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, നമ്മളെ സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നുവോ അവരുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു മാതാവിൻ്റെ സംരക്ഷണ കവചത്തിലാകും പിന്നീട് നമ്മളെ സംരക്ഷിക്കാനായി, നമ്മളെ ചേർത്ത് പിടിക്കാനായി, ആ ചിറകിനിടയിൽ നമ്മളെ ഒതുക്കുന്നതിനായി നമ്മുടെ അമ്മ വന്നിരിക്കുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുകയും സന്ധ്യാസമയത്തെ ലളിതാ സഹസ്രനാമ ജപം നമ്മുടെ ശരീരത്തിന് ബലം നൽകും എന്നും തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്
ബലമില്ലെങ്കിൽ, നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഓർമ്മയില്ലെങ്കിൽ, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള ഓർമ്മശക്തിയും ശാരീരിക ശക്തിയും നമുക്ക് ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? പിന്നെ മരിക്കുന്നതല്ലേ ഭേദം. നമ്മുടെ പേര് പോലും നമ്മൾ മറന്നുപോയി. ബാത്റൂം എവിടെയാണ്? നമ്മുടെ കൂടെ താമസിക്കുന്നത് ആരൊക്കെയാണ്? എന്തു കഴിക്കണം, എന്തു കഴിക്കാൻ പാടില്ല, എങ്ങോട്ട് പോകണം, പോയാൽ എങ്ങനെ തിരിച്ചു വരും, ഇതൊക്കെ മറന്നു പോകുന്നുണ്ട് ഇന്ന് വാർദ്ധക്യകാലത്ത് പല മനുഷ്യരും. അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് ധാരാളമായി ഇന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കാലുവേദന, കൈവേദന, താഴേക്ക് കാല് കുത്തി നടക്കാൻ സാധിക്കുന്നില്ല, ബലക്ഷയം, വിറയൽ, ഇങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹാരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളുപ്പിനെ എഴുന്നേൽക്കുകയും വെളുപ്പിനെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും സന്ധ്യാസമയത്ത് നമ്മുടെ മറ്റെല്ലാ ജോലികളും മാറ്റി നിർത്തി ലളിതാ സഹസ്രനാമം ജപിക്കുകയും നേരത്തെ ആഹാരം കഴിച്ച് നാമം ജപിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ ഭയങ്കര തിരക്കാണല്ലേ. ഇവരിൽ 3/4 പേരും നാമം ജപിക്കുന്നവരല്ല. കൂട്ടം കൂട്ടമായി ബസ് ബുക്ക് ചെയ്ത് ആളുകൾ വരും. ഇന്നതൊരു ബിസിനസ്സാണ്, ആളുകളെ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ടൂറ് കൊണ്ടുപോകുന്നത്. ആ ബസ്സിലിരുന്ന് പോലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല? നാമം ജപിക്കുന്നില്ല. അവിടെയും വർത്തമാനങ്ങളാണ്, അടുത്ത ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ്. ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഓരോ വിശേഷ അവസരങ്ങൾ വരുമ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ടൂറ്. ഇതൊരു ബിസിനസ്സാണ്. പക്ഷേ നാമജപം അതില്ല. എന്നിട്ട് വന്നിട്ട് എല്ലാവരോടും മേനി പറയും, വിഷുവിന് ഞങ്ങൾ ഗുരുവായൂർ പോയി, ധനുമാസത്തിൽ തിരുവൈരാണിക്കുളത്ത് പോയി. അങ്ങനെ ഓരോ അവസരങ്ങളിലും നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ പ്രത്യേകതകളുണ്ട്. ആ സമയത്തൊക്കെ ഇവിടുന്ന് വണ്ടികളുണ്ട്, വണ്ടികൾ ബുക്കിംഗ് ആണ്, ഇവിടെ എല്ലാം പോകും. പക്ഷേ നാമജപം അതില്ല. അവിടെ ചെന്നിട്ട് വഴിപാടുകൾ നടത്തും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും, പക്ഷെ നാമം ജപിക്കത്തില്ല. എന്തു പ്രയോജനം? പഴയ കാലത്ത് അമ്മൂമ്മമാർ ഇവിടെ എങ്ങും പോകുന്നില്ലായിരുന്നു. പക്ഷെ അവർ കൃത്യമായി അവരുടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുമായിരുന്നു? നാമം ജപിക്കുമായിരുന്നു. അവരുടെ ആരോഗ്യം ഇന്ന് നമുക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മുടെ ഇത്തരത്തിലുള്ള ജീവിത ശൈലികൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക, അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികളെ നാമം ജപിപ്പിച്ച് ശീലിപ്പിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് വയറു നിറയെ ആഹാരം കൊടുക്കുന്നതും അവരെ നല്ല സ്കൂളുകളിൽ വിട്ട്, അതായത് ഫീസ് കൊടുത്ത് വളരെ നല്ല നിലവാരത്തിലുള്ള സ്കൂളുകളിൽ വിട്ട് നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലത് തന്നെ. പക്ഷേ ആ നല്ല ആരോഗ്യം നേടുന്ന കുട്ടി തിരിച്ച് നമ്മുടെ കഴുത്തിന് പിടിച്ചാലോ അവൻ്റെ ആരോഗ്യം കൊണ്ട് നമ്മുടെ ആരോഗ്യം കുറയുമ്പോൾ, നല്ല വിദ്യാഭ്യാസം നേടി അവൻ പഠിച്ചു വളരെ മിടുക്കനായി അവൻ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ അവനൊരു കൈക്കൂലിക്കാരനായി മാറിയാലോ എന്തു ചെയ്യും? അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളായി വളർത്തണമെങ്കിൽ ദൈവഭയത്തിൽ വളർത്തുക. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ശേഷിയും കൂടി അവർക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.